ഇവിടെ വരൂ. എന്റെ അറിവുള്ള ഈ തലച്ചോറിനകത്ത് തന്റെ അറിവില്ലാത്ത രോഗത്തിന്റെ പൂവിരിയിക്കൂ. പിന്നെ ഒരു കാര്യം ഒന്നുകൂടി പറയൂ, തന്റെ അസുഖം എന്താണ്? എനിക്ക് കോഫി കുടിക്കുമ്പോഴൊക്കെ തലയ്ക്ക് നല്ല വേദന ഉണ്ടാകാറുണ്ട്. ദാ നോക്കൂ, അത് സൈക്കോളജിക്കൽ പ്രോബ്ലം ആണ്. എപ്പോഴാണ് തലച്ചോറെന്ന പാതയിലൂടെ കുതിരയോടുന്നത്, അപ്പോഴെല്ലാം മനുഷ്യൻ ബുദ്ധിമുട്ടിലാവുന്നു, ഒപ്പം കൺഫ്യൂഷൻ ആവുന്നു. മനസ്സിലായോ? ഇല്ല ഡോക്ടർ, പക്ഷേ ഞാൻ കുറച്ച് ദിവസമായിട്ട് നോട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതായത് ഞാൻ എപ്പോ കോഫി കുടിച്ചാലും എന്റെ തലയ്ക്ക് നല്ല വേദന ഉണ്ടാകാറുണ്ട്. ഇവിടെ വരൂ. സാധാരണ കോഫി കുടിച്ചാലാണ് തലവേദന പോകാറ്. ഇത് വിചിത്രമാണല്ലോ. ദാ പിടിക്കൂ കോഫി, എന്റെ മുന്നിൽ വെച്ച് കുടിച്ചു കാണിക്കൂ. ഡോക്ടർ സാറേ ഇതാ നോക്ക്, ഇപ്പോഴും എന്റെ തലയ്ക്ക് നല്ല വേദനയുണ്ട്. ഡോക്ടർ ബാലു, പഞ്ചസാര ചേർത്തതിന് ശേഷം കപ്പിൽ നിന്ന് സ്പൂൺ എടുത്ത് മാറ്റിയാൽ മതി. പിന്നെ തലവേദന ഉണ്ടാവില്ല. എനിക്കിപ്പോ ഒട്ടും വേദന തോന്നുന്നില്ല. അല്ല മേഡം ആരാണ്? ഞാൻ പുതിയ ഡോക്ടറാ, ഇന്ന് ജോയിൻ ചെയ്യാൻ വന്നതേ ഉള്ളൂ. താങ്കൾ എന്റെ ആദ്യത്തെ പേഷ്യന്റ്, അതുകൊണ്ട് താങ്കളുടെ ഫീസ് ഫ്രീ. താങ്ക് യു. ഡോക്ടർ ബാലു. ഓ ഡോക്ടർ ബാലു, ഞാൻ ഡോക്ടർ മധു. മധു, അതായത് തേൻ. വളരെ മധുരമുള്ള പേരാണല്ലോ. അടിപൊളി, കൊള്ളാം. സത്യത്തിൽ ഞാൻ താങ്കളെ കുറിച്ച് ഒരുപാട് കേട്ടിട്ടുണ്ട്. ഞാൻ താങ്കളുടെ ഒരു വലിയ ഫാനും കൂടിയാണ്. അയ്യോ, ആ ഫാനല്ല, ഞാൻ താങ്കളുടെ ആരാധികയാണ്. ഇന്നു മുതൽ ഞാൻ താങ്കളുടെ ഒപ്പമാണ് ജോലി ചെയ്യുന്നത്. താങ്കൾക്കതിൽ പ്രശ്നമില്ലല്ലോ? എനിക്ക് ഒരു പ്രശ്നവുമില്ല. അഥവാ പ്രശ്നം ഉണ്ടായാൽ തന്നെ ആ പ്രശ്നത്തെ ഞാൻ പ്രശ്നമല്ലാതാക്കി തീർക്കും. അഥവാ എനിക്കത് പ്രശ്നമായി തോന്നിയിരുന്നെങ്കിൽ ആ പ്രശ്നം ഞാൻ തുറന്നു പറഞ്ഞ് പ്രശ്നങ്ങളെല്ലാം സോൾവ് ആക്കിയേനെ. താങ്കൾ ശരിക്കും വളരെ ഫണ്ണിയാണ്. ശരി, എന്റെ കൂടെ വരൂ. എന്നെ ഈ ഹോസ്പിറ്റലൊക്കെ ഒന്ന് ചുറ്റി കാണിക്കൂ. തീർച്ചയായും ഞാൻ കൂടി വരാം. നമുക്ക് ഇപ്പൊ തന്നെ പോകാം. ബാലു ഡോക്ടറെ, നാട്ടിലെ ലോക്ക്ഡൌൺ ഇപ്പൊ ഇടയ്ക്കിടയ്ക്ക് നീട്ടുന്നില്ലേ? സാറെന്താ ഞാനടിച്ച ഹോടൊന്നും കേട്ടില്ലേ? അടി കൈ. ചിലപ്പോ ഡോക്ടറിന്റെ ചെവി അടിച്ചു പോയായിരിക്കും, അതാണ് ഇങ്ങനെ കിടന്ന് കറങ്ങുന്നത്. ഇവിടെ വരൂ. ഞാൻ ഓർമ്മകളിൽ അലിഞ്ഞുപോയി, ഓടി മാറാൻ മറന്നുപോയി. ഇവിടെ വരൂ. ഹായ് ഡോക്ടർ ബാലു.
മധു, നീ ഡോക്ടറാണ്, പറക്കുന്ന ഹെലികോപ്റ്ററാണ്. നിന്റെ ഈ സ്വഭാവത്തിൽ ഞാൻ സന്തോഷവാനുമാണ്. പക്ഷെ ഇവന്റെ കൂടെ നീ ഇങ്ങനെ നടക്കുന്നത് എന്തിനാണ്? എന്റെ അഭിമാനമെന്ന മരത്തിന് ക്ഷതമേൽപ്പിക്കാൻ നിന്റെ ഈ വാക്കുകൾ കൊണ്ടുള്ള കല്ലേറെന്തിനാണ്? മര്യാദയ്ക്ക് നീ നിന്റെ പണി നോക്ക്. അങ്ങനെയല്ലെങ്കിൽ നിന്റെ സൽപ്പേര് എന്ന കൃഷിയിടത്തിൽ ഞാൻ ദുഷ്പേര് എന്ന വിത്ത് വിതയ്ക്കും. നിങ്ങളെന്തിനാ വഴക്ക് കൂടുന്നത്? ഡോക്ടർ ബാലു, എന്റെ അച്ഛന്റെ മുടി കൊഴിയുന്നുണ്ട്. ഇദ്ദേഹമാണ് എന്റെ അച്ഛനെ ചികിത്സിക്കുന്നത്. അതുപോലെ തന്നെ വൈദ്യരെ, ഇത് ഡോക്ടർ ബാലു ആണ്. ഞാൻ ഇദ്ദേഹത്തിന്റെ ഒപ്പമാണ് ഇപ്പൊ ജോലി ചെയ്യുന്നത്. അതേതായാലും കലക്കി. തോട്ടത്തിൽ ഞാൻ ഇന്നലെ കണ്ടത് ചേമ്പാണ്. ഇവരെന്തിനാ പരിചയപ്പെടുത്തുന്നത്? ഇവര് സഹോദരന്മാരാണ്. അത് കൊള്ളാലോ. നിങ്ങൾ രണ്ടാളും സഹോദരങ്ങളായിരുന്നോ? എങ്കിൽ പിന്നെ നിങ്ങൾ സംസാരിച്ചു നിൽക്കൂ. ഞാൻ പോവുകയാ. അച്ഛൻ എന്നെ കാത്തിരിക്കുകയായിരിക്കും. ബൈ. ഇവിടെ വരൂ. താങ്കളുടെ മനസ്സെന്ന പൂന്തോട്ടത്തിൽ നിന്നും മധു എന്ന പൂച്ചെടി വേഗം പിഴുതു കളയൂ. മധു എന്റെ സുഹൃത്തായി മാറും. അവൾ എന്റെ ഹോസ്പിറ്റലിലാണ് ജോലി ചെയ്യുന്നത്. മാത്രമല്ല അവൾ എന്റെ ഫാനാണ്. ഞാൻ സൈക്കിളാണെങ്കിൽ അവൾ വാനാണ്. നീ അവളെ കുറിച്ച് സ്വപ്നം കാണുന്നതെല്ലാം വേസ്റ്റ് ആണ്. അവൾ എന്റെ സുഹൃത്താവും. ഇവിടെ വരൂ. കാന്താരി കൊണ്ട് രസായനം ഉണ്ടാക്കി മര്യാദയ്ക്കല്ലെങ്കിൽ 3 നേരം കുടിപ്പിക്കും ഞാൻ. മനസ്സിലായോ? അല്ല, നിങ്ങൾ എന്തിനാ ഇങ്ങനെ വഴക്കുണ്ടാക്കുന്നേ? മധു ഡോക്ടർക്ക് ആരെയാണ് ഇഷ്ടമാണെന്ന് വെച്ചാ അത് അവര് തീരുമാനിക്കട്ടെ. അതെ, വളയിട്ട കൈകൾക്ക് എന്തിനാണ് വിലക്ക്? മധു ഡോക്ടറുടേതാണ് അവസാന വാക്ക്. നിങ്ങൾ രണ്ടുപേരും ചേർന്ന് അവരെ ഇംപ്രസ് ചെയ്യാൻ നോക്ക്. അവർക്ക് ആരോടാണോ ചങ്ങാത്തം കൂടാൻ താല്പര്യമുള്ളത് അയാൾ അവരുടെ സുഹൃത്താവും. സംശയമുണ്ടോ? ഓക്കെ ഓക്കെ. അല്ല, എന്തോക്കെ? നിങ്ങളുടെ കോലം കണ്ടോ? ഒരാള് ഭരണി പോലെയും ഒരാള് മദ്ദളം പോലെയാ ഇരിക്കുന്നേ. അതിനിപ്പോ ഞങ്ങൾ എന്ത് ചെയ്യും? നിങ്ങൾ സ്വയം ഫിറ്റ് ആവണം. സംശയമുണ്ടോ? അതെ, നാളെ രാവിലെ മുതൽ ഞങ്ങൾ നിങ്ങളെ പരിശീലിപ്പിക്കും. ഇവിടെ വരൂ. ആദ്യം ഭക്ഷണം ഒന്ന് കഴിച്ചോട്ടെ, പിന്നീട് സലാഡ് കഴിക്കാം. ഇതാണ് നിങ്ങളുടെ ഭക്ഷണം. അതാണ് ഫിറ്റ്നസിന്റെ ലക്ഷണം. ആ ഇപ്പൊ നിങ്ങൾ നല്ല സ്മാർട്ട് ആയല്ലോ. ആഹാ. അയ്യോ. അല്ല, മധു ഡോക്ടർ എന്താ ഇവിടെ? വരൂ, ഡോക്ടർക്ക് ഞാൻ ഹോസ്പിറ്റൽ വരെ ലിഫ്റ്റ് തരാം. താങ്ക് യു വൈദ്യ ബാലു. മധു വരൂ, ഞാൻ നിന്നെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാം. ഓഹോ,
വീട്ടിലെ ബൾബ് ഫ്യൂസ് ആയാൽ മാറ്റിയിടണം. ഇടയ്ക്കിടയ്ക്ക് ആ ബുദ്ധിയും കൂടെ ഒന്ന് യൂസ് ചെയ്യണം. അടി കൈ. അല്ല, അവർ വൈദ്യരുടെയും ഡോക്ടറുടെയും ഫാൻ അല്ലേ? അത് വെച്ച് ഇംപ്രസ് ചെയ്യും. ഇവിടെ വരൂ. നിങ്ങളല്ലേ പറഞ്ഞത് ഡോക്ടർ മധുവിന്റെ ഇഷ്ടം പിടിച്ചു പറ്റണമെന്ന്? അതിന് ഞങ്ങൾ എന്തൊക്കെ ചെയ്തു? ഭക്ഷണത്തിന് പകരം സലാഡാക്കി മാറ്റി. എന്നിട്ടിപ്പോ ഈ സമയത്ത് ഔഷധങ്ങൾ കൊണ്ട് ഇംപ്രസ് ചെയ്യാൻ പറയുന്നു. ഔഷധങ്ങൾ കൊണ്ടും ഡോക്ടറെ കൊണ്ടുമാണ് ഇംപ്രസ് ചെയ്യിക്കേണ്ടിയിരുന്നതെങ്കിൽ പിന്നെന്തിനാണ് ഞങ്ങളെ കൊണ്ട് ഇതൊക്കെ ചെയ്യിച്ചത്? സ്വന്തം തലച്ചോറന്ന കുപ്പിയിൽ നിന്നും കൺഫ്യൂഷന്റെ ഉപ്പ് വിതരാതിരിക്കൂ. ഇപ്പോ മധുവിനെ ഇംപ്രസ് ചെയ്യാനുള്ള വഴി പറഞ്ഞു തരൂ. അല്ലെങ്കിൽ ഞാൻ എല്ലാത്തിനെയും കെട്ടിപ്പൂട്ടി റെയിൽവേ ട്രാക്കിൽ കൊണ്ടിടും. ഡോക്ടർ മധു നല്ല വിദ്യാഭ്യാസമുള്ള ആളാണ്. നിങ്ങൾ എന്താ വിചാരിച്ചത്? ഫിറ്റ്നസിലൂടെ അവരെ ഇംപ്രസ് ചെയ്യാമെന്നോ? ഈ അധ്വാനമെല്ലാം നിങ്ങൾ അവരുടെ സൗഹൃദത്തിന് വേണ്ടിയാണ് ചെയ്തത്. ഇനി ഇംപ്രസ് ചെയ്യുകയാണ് നിങ്ങളുടെ ഉദ്ദേശമെങ്കിൽ നിങ്ങളുടെ പേഴ്സണാലിറ്റി കൊണ്ട് മാത്രമേ അത് സാധിക്കൂ. ഈ രണ്ട് സഹോദരന്മാര് ഏകദേശം എന്നെ പോലെ തന്നെയാ. കഴുതകളാ. ഹണി പറഞ്ഞത് കേട്ടില്ലേ? നിങ്ങൾ നിങ്ങളുടെ ബുദ്ധി ഒന്ന് ഉപയോഗിക്കേ, അല്ലെന്നുണ്ടെങ്കിൽ ഹണി പറയുന്നത് സത്യമാവും. സംശയമുണ്ടോ? ശരി, ഞാൻ അവൾക്ക് വൈറ്റമിന്റെ ഒരു ഇഞ്ചക്ഷൻ കൊടുക്കാം. ഞാൻ അവളുടെ കാൽപാദത്തിൽ മനസ്സെന്ന ഓയിൽ കൊണ്ട് മസാജ് ചെയ്യാം. അവരെ ചികിത്സിക്കാനല്ല ഞാൻ പറഞ്ഞത്, സൗഹൃദത്തിൽ അവനാ പറഞ്ഞത്. ഓ എന്റെ ഡോക്ടറെ, സോപ്പില്ലാതെ നമുക്ക് തുണി അലക്കാനാവില്ല. വിട്ടേക്ക്, നിങ്ങളെ കൊണ്ട് ഇതിനൊന്നും കഴിയില്ല. അടി കൈ. ഇവിടെ വരൂ. താൻ എന്തൊക്കെയാണ് ഈ പറയുന്നത്? ഹൃദയത്തിന്റെ പൂന്തോട്ടത്തിൽ ദുഃഖത്തിന്റെ മഴ പെയ്തു. മധുവിനെ മറക്കണമെന്നാണോ നിങ്ങൾ പറയുന്നത്? അതിലും ഭേദമാണ് ഞാൻ മരിക്കുന്നത്. സ്വന്തം തലച്ചോറിൽ ചിന്ത എന്ന കുന്തിരിക്കേട്ട് പോയിക്കും. എന്നിട്ട് പറ്റിയ ഐഡിയ എന്തെങ്കിലും ഉണ്ടെങ്കിൽ വേഗം പറയൂ. ഓക്കെ, ഇന്ന് അവരെ ചികിത്സയുടെ പേരും പറഞ്ഞ് ഇന്ന് വീട്ടിലേക്ക് വിളിക്കാം. അപ്പൊ നിങ്ങളും വരണം. എന്നിട്ട് ഡോക്ടർ മധുവുമായി കൂട്ടുകൂടണം. ഓക്കെ. ഡോക്ടർ വേഗം വരൂ. ഹണിക്ക് എന്താ സംഭവിച്ചൊന്നു നോക്കൂ. പേടിക്കാതിരിക്കൂ. ഹണി എവിടെയാ? ഹൈ ഹൈ, ഞാനൊരു വലിയ വവ്വാലാണ്. ഹണിക്കെന്താ പറ്റിയത്? ഇതിൽ കൂടുതൽ ഇവന് ഇനി എന്ത് പറ്റാനാ ഡോക്ടറെ? കണ്ടില്ലേ, രണ്ട് കാലി തൂങ്ങി വവ്വാലിനെ പോലെ കിടക്കുന്നത്. സംശയമുണ്ടോ? ഇവിടെ വരൂ. ഇവന്റെ തലയ്ക്കകത്ത് തലച്ചോർന്ന പാളത്തിൽ ഭ്രാന്തെന്ന പുഷ്പുൾ ട്രെയിൻ ഓടുകയാണ്. അത് ഞാനിപ്പോ ശരിയാക്കി തരാം. അയ്യോ സാരദ, എന്താ ചെയ്യുന്നത്? ഇങ്ങനെ ചെയ്യുന്നതിലൂടെ ഇവന്റെ തലയിലെ ബ്ലഡ് സർക്കുലേഷൻ ശരിയായ രീതിയിലാവും. പിന്നീട് ഇവൻ നോർമലായി തീരുന്നതാണ്. പക്ഷേ ഹണി ഇതുപോലെ മരത്തിലും തലകീഴെ കുറെ നേരം കിടന്നതാണല്ലോ. ഇവിടെ ഒരു തലതിരിഞ്ഞ ഡോക്ടർ തല്ലിപ്പൊളി ചികിത്സ ചെയ്ത് പാവഹണിയും തലതിരിഞ്ഞു. ഇനി ഏതായാലും ഞാൻ ഇവനെ ചികിത്സിക്കാം. ഇവന്റെ തലയിൽ ഗ്യാസ് നിറഞ്ഞിരിക്കുകയാണ്. വേഗം ഈ ചൂർണം കഴിക്കൂ. കൊച്ചലിയ, ദേ ഞാൻ പോപ്പട്ടായി. കേട്ടില്ലേ, അവൻ സ്വയം പോപ്പട്ടാണെന്നാണ് വിശ്വസിക്കുന്നത്. നിന്റെ ഈ ചൂർണം കൊണ്ട് ഗുണമൊന്നും ഉണ്ടായില്ല. ഇവന്റെ കവളത്തടിച്ചാൽ ഇവൻ പഴയതുപോലെയാകും. നിങ്ങൾ എന്താണ് ചെയ്യുന്നത് ഡോക്ടർ ബാലു? ഒന്ന് നിർത്തൂ. കേട്ടില്ലേ, ഇവർ നീ ചികിത്സിക്കണമെന്ന് ആഗ്രഹിക്കുന്നില്ല. ഇനി ഞാൻ ഉണ്ടാക്കിയ ഈ ആയുർവേദ ഓയിൽ കൊണ്ട് നിന്നെ മസാജ് ചെയ്ത് ശരിയാക്കാം. എന്നെ വീട്, എനിക്ക് കുഴപ്പമൊന്നുമില്ല. ഞാൻ ശരിയായി. ഞാൻ ഹണിയാണെന്നുള്ള കാര്യം എനിക്ക് ഓർമ്മ വന്നു. കണ്ടോ മധു, ഞാനിവന്റെ അസുഖം ഭേദമാക്കി. ഇവിടെ വരൂ. എന്റെ അടിയുടെ തെറാപ്പിയിലൂടെയാണ് അവന് ഭേദമായത്. മാഡം, രണ്ടുപേരെ അഭിനന്ദിച്ചല്ലോ. മാഡം ആരുടെ ഭാഗത്താ? ദാ നിൽക്കുന്ന ആളുടെ. ഈ കഴിച്ചുകൊണ്ടിരിക്കുന്നത് എന്റെ നേർക്കുമല്ല, നിന്റെ നേർക്കുമല്ല. അപ്പൊ പിന്നെ എങ്ങോട്ടേക്കാണ്? ദാ അങ്ങോട്ടേക്കാണ്. ഇത് ഡോക്ടർ ജോണിയാണ്. ഇവന്റെ നഴ്സിംഗ് ഹോമിലേക്ക് എനിക്കൊരു ജോലി ഓഫർ ചെയ്തിട്ടുണ്ട്. പിന്നെ അച്ഛന്റെ ഹെയർ ട്രാൻസ്പ്ലാന്റിങ്ങും ചെയ്യുന്നുണ്ട്. ഇവൻ കോളേജ് മുതൽ എന്റെ ബെസ്റ്റ് ഫ്രണ്ട് ആണ്. കൂടാതെ നിങ്ങളും വളരെ നല്ലവരാണ്. ഇടയ്ക്കിടയ്ക്ക് ഞാൻ കാണാൻ വരാം. ബൈ. നമ്മുടെ കയ്യിലെ ഹൃദയരേഖ മാഞ്ഞുപോയി.
ഹൃദയത്തിലെ പൂന്തോട്ടമാണെങ്കിൽ കരിഞ്ഞും പോയി, അങ്ങോട്ടും ഇങ്ങോട്ടുമാണെങ്കിൽ വെറുതെ വഴക്ക് കൂടി. നമ്മുടെ സൗഹൃദത്തിൽ വിള്ളലുമുണ്ടായി.